കഞ്ചാവ് കേസിൽ പെട്ടപ്പോൾ ക്ഷമ ചോദിച്ചും തെറ്റുപറ്റിയെന്ന് പറഞ്ഞും രംഗത്തെത്തിയവനാണ് റാപ്പർ വേടൻ. അപ്പോൾ മലയാളികൾക്ക് അയാളോട് വലിയ ഇഷ്ടമൊക്കെ തോന്നിയതാണ്. വേടനെ മാതൃകയാക്കണമെന്ന് വരെയും പലരും പറഞ്ഞു. എന്നാൽ ബലാത്സംഗ കേസിൽ പ്രതിയായപ്പോൾ അതിനെ ന്യായീകരിച്ചും ഇരയെ മോശക്കാരിയാക്കിയും രക്ഷപ്പെടാനുള്ള വേടൻ്റെ നീക്കം അംഗീകരിക്കാൻ കഴിയില്ല. തെറ്റ് ചെയ്തെങ്കിൽ നിയമത്തിന് മുന്നിൽ അയാൾ കീഴടങ്ങണം. ഇതുപോലെ പെൺകുട്ടികളുടെ ജീവിതം പിച്ച് ചീന്തിയവനെ ഇനിയും സർക്കാർ പരിപാടികളിൽ അതിഥിയാക്കണോ എന്ന് നമ്മുടെ ഭരണകൂടം തന്നെ ആലോചിക്കണം. അതിനിടെ ശനിയാഴ്ച കൊച്ചി ബോൾഗാട്ടി പാലസിൽ നടത്താനിരുന്ന വേടൻ്റെ സംഗീത പരിപാടി സംഘാടകർ മാറ്റിവെച്ചു. ഓളം ലൈവ് എന്ന പരിപാടിക്കെത്തിയാൽ വേടനെ അറസ്റ്റ് ചെയ്യാനായിരുന്നു പോലീസിൻ്റെ നീക്കം. വേടൻ എവിടെയെന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ വ്യക്തമാക്കി. ബലാത്സംഗ കേസിൽ വേടൻ ഒളിവിൽ പോയതോടെയാണ് പരിപാടി മാറ്റിയത്. വേടൻ പരിപാടിക്കെത്തിയാൽ അറസ്റ്റ് ചെയ്യാനായിരുന്നു പോലീസിന്റെ തീരുമാനം. മറ്റൊരു ദിവസം പരിപാടി നടത്തുമെന്നും സംഘാടകർ അറിയിച്ചു. എന്നാൽ വേടൻ ഒളിവിലാണോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ ഒന്നും പറയാനില്ല എന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ. വേടൻ എവിടെയെന്ന പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നോക്കി നടപടിയെടുക്കുമെന്നും കമ്മീഷണർ വ്യക്തമാക്കി. വേടന്റെ പ്രസന്റ് ലൊക്കേഷൻ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഒരു ആൻറ്റിസിപ്പേറ്ററി ബെയിലിന് വേണ്ടി ഫയൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നിയമപരമായ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാം എന്ന് പറയുന്നില്ല. നമ്മൾ ലൊക്കേഷൻസ് അതൊക്കെ എവിടെയാണെന്ന് നോക്കുന്നുണ്ട്. നമ്മൾ അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. നമ്മൾ ഈ വിഷയത്തിൽ ഒരു ആൻറ്റിസിപ്പേറ്ററി ബെയിൽ നിലവിലെ ഹൈക്കോടതിയുടെ മുമ്പ് പെൻഡിങ് ആണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ എല്ലാ കാര്യങ്ങൾ നോക്കിയിട്ട് നമ്മൾ ആവശ്യമുള്ള നടപടി എടുക്കും. അത് വരുന്ന സമയം വരെ നമ്മൾ ഈ കേസിലെ അന്വേഷണത്തിലെ ഭാഗമായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. കുറേ സാക്ഷികൾ കണ്ട് ചോദിക്കുക, മറ്റ് വിവരങ്ങൾ എടുക്കുക എന്നതാണ് നമ്മൾ ഇപ്പോൾ ചെയ്തു വരുന്നത്. അന്വേഷണം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അല്ല, അതിനെപ്പറ്റി നമുക്കൊന്ന് സ്പെസിഫിക് ആയിട്ട് പറയാം. യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലെടുത്ത ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യത്തിനായി റാപ്പർ വേടൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. കേസിൽ തൃക്കാക്കര ACPയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ഇൻഫോ പാർക്ക് SHOയ്ക്കാണ് നിലവിലെ ചുമതല. അതേസമയം വേടനുമായി യുവതിയുടെ സാമ്പത്തിക ഇടപാടുകൾ പോലീസ് സ്ഥിരീകരിച്ചു. 5 തവണ പീഡനം നടന്നുവെന്നും കോഴിക്കോടും കൊച്ചിയിലും ഏലൂരും വെച്ച് പീഡിപ്പിച്ചു എന്നായിരുന്നു യുവതിയുടെ മൊഴി. ലഹരിമരുന്ന് ഉപയോഗിച്ച ശേഷവും പീഡിപ്പിച്ചുവെന്നും പരാതിയിൽ പറയുന്നുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ അറിയുന്ന സുഹൃത്തുക്കളുടെ പേരും യുവതി പോലീസിന് കൈമാറി. 2023 ജൂലൈ മുതൽ തന്നെ ഒഴിവാക്കിയെന്നും വിളിച്ചാൽ വേടൻ ഫോൺ എടുക്കാതായി എന്നും യുവതി വെളിപ്പെടുത്തി. പിന്മാറ്റം മാനസികമായി തകർത്തു, ഡിപ്രഷനിലേക്ക് എത്തിപ്പെട്ടു. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് വേടനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി.